ഇന്നേ ദിവസം വലിയൊരു അഭിഷേകം, വലിയൊരു വിടുതൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വലിയൊരു അത്ഭുതം നിന്നെ പ്രതീക്ഷിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? പൗലോസ്ലീഹായും സീലാസും സുവിശേഷ പ്രഘോഷണത്തിനിടയിലെ പ്രതിസന്ധികൾ നിമിത്തം അവരെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു. കുരിശിൽ സകലതും പൂർത്തീകരിച്ച, മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത യേശു അവർക്ക് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്നാ ചെയ്തേ? അവരുടെ സാഹചര്യത്തിലേക്ക് നോക്കാതെ പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തി. നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉള്ളിൽ നൽകും. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലന്മാര് പൗലോസ്ലീഹായും സീലാസും ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന സമയത്ത് അവര് ചങ്ങല അടിയാനോ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാനോ അങ്ങനെയൊന്നും അവര് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവർക്കൊരു ഉറപ്പുണ്ട്, അവരുടെ യേശു, കർത്താവായ ഈശോ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ ഒരു ബോധ്യത്തിൽ അവര് യേശുവിനെ ആരാധിക്കുകയാണ്. യേശുവിലൂടെ പിതാവിനെ ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുകയാണ്. ആരാധിക്കുന്ന സമയത്ത് സ്വർഗീയമായ അത്ഭുതങ്ങൾ അവിടെ കടന്നു വന്നു. അവിടെ അടയാളങ്ങൾ സംഭവിക്കുകയാണ്. കാരാഗ്രഹത്തിന് വാതിലുകൾ കുലുങ്ങി, മിറക്കിളുകൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുകയായിരിക്കും. പക്ഷെ ഒരു കാര്യം വിശ്വസിക്കുക, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അന്തരീക്ഷത്തെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങളിൽ ആശ്രയിക്കരുത്. നിങ്ങളിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ അന്തരീക്ഷം മാറത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ എണ്ണത്തിലും കൂട്ടത്തിലും കുറച്ചിലും അതൊന്നും ആശ്രയിച്ച അന്തരീക്ഷം മാറത്തില്ല. അന്തരീക്ഷം മാറണമെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നുവെന്നുള്ള ക്രിസ്തു നൽകുന്ന ആ ഒരു ഫ്രീ ഗിഫ്റ്റിനെ, ദാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏതിനും വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. അനേകർ യേശുക്രിസ്തുവിലേക്ക് വിശ്വസിക്കുവാൻ ആ മിറക്കിള് കാരണമായി തീർന്നു. ഇതൊന്നും ഇവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമല്ലായിരുന്നു, അതൊക്കെ സംഭവിക്കുകയായിരുന്നു. ഞാനിന്ന് ചില വ്യക്തികളെ നോക്കി പറയട്ടെ, നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താവും. പക്ഷെ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ന് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ, മറ്റനേകർക്ക് നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമാകുന്ന രീതിയിൽ, യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഇടയാകുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിയെടുക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രാർത്ഥിക്കുന്നു, പിതാവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഞങ്ങളിലേക്ക് കൂടുതൽ അളവുകളില്ലാതെ പ്രവഹിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങളെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ അവർ ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാകണം. ഞാനിത് പറയുമ്പോൾ ഞാൻ അനുഭവത്തിൽ നിന്നാണിത് പറയുന്നത്. എൻ്റെ കഥ, എൻ്റെ സാക്ഷ്യങ്ങൾ അറിയാവുന്നവർക്കറിയാം. ഞാൻ എപ്പോഴും വീണ്ടും എല്ലാ വീഡിയോയിലൂടെ ഒന്നും അത് പറയാറില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച സമയങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ, ആ മഹത്വം ഇന്ന് നിങ്ങളെ തൊടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ ഈശോയുടെ മക്കളാണ്. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ഈ മഹത്വം ഈ ഭൂമിയിൽ വരും. സഹോദരി, നിങ്ങളിന്ന് ഈ വീഡിയോ കാണുന്നത് പോലും ഉണ്ടല്ലോ, സ്വർഗത്തിന്റെ പ്ലാനാണ്. അതായത് ഈ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തണമെങ്കിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. അന്ന് പൗലോസും സീലാസും ഒരുമിച്ചു, അവരുടെ നടുവിൽ 3-ാമനായി യേശു ഉണ്ടായിരുന്നു. ഇന്ന് നീ ഞാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ നടുവിൽ യേശു ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയെ നമുക്ക് സ്വീകരിക്കാം. ഈ ശക്തിക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും. യെശയ്യാ 45:2. യെസ്, ജൂണിലിപ്പം കർത്താവ് തന്നൊരു കാര്യം കേട്ടോ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ അത്ഭുതങ്ങളൊക്കെ നമ്മളെ വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ ഒരു വിളി കൂടിയാണ് കേട്ടോ. അത്ഭുതങ്ങൾ സ്വീകരിച്ചിട്ട് അന്നാവരിക്കങ്ങ് പോയേക്കാന്നുള്ളതല്ല. കർത്താവിൽ നിന്ന് സൗഖ്യം കിട്ടിയ 10 കുഷ്ഠരോഗികൾ ഒരാൾ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു, അല്ലേ? നന്ദി നേർത്ത ഹൃദയത്തോടെ നിന്നാൽ ആ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് അവിടെ നമ്മളെ കരം പിടിച്ചുയർത്തും. സകലത്തെ മനോഹരമാക്കിയവൻ നിന്റെ ജീവിതത്തെ മനോഹരമാക്കും. അവൻ നിനക്കായി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. വിശ്വസിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇനി അവന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ശൂന്യതകളുടെ നടുവിൽ അവനെ മഹത്വപ്പെടുത്തുമ്പോൾ ശൂന്യതകളെ അവൻ നിറവുകളാക്കും. ഗോഡ് ബ്ലസ് യു.